നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ പരിപാടി എന്ന് പറയുന്നത്, മുടി ഒന്ന് കളർ ചെയ്യണം, ടോട്ടൽ ലുക്ക് ഒന്ന് മാറ്റണം, അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് വഴിയൊരു സംഭവം വരാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹെയർ കട്ട് ചെയ്യുക, ഹെയർ കളർ ചെയ്യുക, അതാണ് ഇന്നത്തെ പരിപാടി. പോയാലോ? പോയി നോക്കാം അല്ലേ. നല്ല തണുപ്പാണ് കേട്ടോ. ഞാൻ പോരാ, എന്നിട്ട് വന്ന ശേഷം ഇത്രയും തണുപ്പുണ്ടായിട്ടില്ല. സൂപ്പർ തണുപ്പാണ്. തണുപ്പിനെക്കാട്ടും കൂടുതൽ ഇവിടെ ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് തന്നെ തണുപ്പ് നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും, ആണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ തണുപ്പൊരു 15 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ തണുപ്പും കഴിഞ്ഞ് തണുപ്പൊരു 15 ഡിഗ്രി ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ ആ 15 ഡിഗ്രീൻ്റെ കൂടെ ഒടുക്കത്തെ കാറ്റും. അപ്പം ഒന്ന് ആലോചിക്കേ, ഓമേ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ഇപ്പോഴാണ് ഈ സാധനം വാങ്ങിയൊരു കാര്യം ഉണ്ടായത്. വാങ്ങിയിട്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും കാറ്റടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ, തണുപ്പിൻ്റെ കൂട്ടത്തിൽ കാറ്റും അടിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. അപ്പോൾ എന്തായാലും കരാമേ തന്നെയുള്ള ബ്യൂട്ടി പാർലറിലാണ് പോകുന്നത്. അപ്പോൾ പോയി നോക്കട്ടെ എന്താവോ എങ്ങനെയാവുന്നൊന്നും അറിയില്ല. ഫിലിപ്പീൻസിൻ്റെ ബ്യൂട്ടി പാർലറാണ്. ഭാഷയൊക്കെ നമുക്ക് ഒപ്പിക്കാം. എന്തായാലും പോയി നോക്കാം അല്ലേ. നമ്മൾ കരാമ സെൻറ്ററിൻ്റെ ഉള്ളിലുള്ള ബ്യൂട്ടി പാർലറിലാണ് പോകുന്നത്. അത് എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞതാണ്. ചേച്ചി കളർ ചെയ്തപ്പോൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അഫോർഡബിളുമാണ്. ചേച്ചി ചെയ്തത് നല്ല ഉണ്ടായിരുന്നു. സോ നാട്ടിലുള്ള പോലെ അല്ലല്ലോ, നമുക്ക് ഇവിടെ അങ്ങനെ പരിചയമൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ഇവൻ നാട്ടിലാണെങ്കിലും ഞാൻ കളറ് പോയി ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ഞാൻ തന്നെ ഒറ്റയ്ക്ക് കളർ അടിക്കാറേ ഉള്ളൂ. ഞാൻ ഇതുവരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കളർ ചെയ്തിട്ടില്ല. ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്, കളറൊന്നും ചെയ്തിട്ടില്ല. ബ്യൂട്ടി പാർലർ പോകുന്ന വളരെ കുറവാണ്. ത്രെഡ് ചെയ്യാൻ പോലും പോകാറില്ല ഇപ്പോൾ. കാരണം ആദ്യമൊക്കെ ത്രെഡ് ചെയ്യാനെങ്കിലും പോകാറുണ്ട്, ഇനിയിപ്പോൾ പോകാറില്ല. കാരണം ഒറ്റയ്ക്ക് ഞാൻ ത്രെഡ് ചെയ്യാൻ പഠിച്ചു. വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. എനിവേ, കരാമ സെൻറ്ററിലേക്ക് നടക്കാം. ഈ ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തണുക്കുന്നത്, പക്ഷേ ഇറ്റ് ഈസ് ക്വൈറ്റ് നൈസ്. തണുപ്പുണ്ടെങ്കിലും നല്ല സുഖത്തിൽ നടക്കാൻ പറ്റുന്നുണ്ട്. നല്ല കാലാവസ്ഥ. ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മളെ കരാമ സെൻറ്ററിൻ്റെ സൈഡ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. അപ്പോൾ ബ്യൂട്ടി പാർലറിൻ്റെ പേരെന്തായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. എന്തായാലും പോയി നോക്കാം. വാട്ട് എവർ ഇറ്റ് ഹാപ്പൻസ്, ഞാൻ സഹിക്കുക. ഹെയർ കളർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരു നല്ല കളർ ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം കളർ ചെയ്ത് അറിയണം. നല്ലൊരു കാരമൽ കളറാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ളത്. ചെയ്ത് വരുമ്പോൾ എന്താവും അറിയില്ല. എനിവേ ട്രൈ ചെയ്ത് നോക്കാം. മുടി ഇവിടെ വന്ന് മൊത്തം കൊഴിഞ്ഞു പോയിക്കുന്നത്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആണോന്ന് അറിയില്ല, നല്ല കൊഴിച്ചിലുണ്ട് മുടിക്ക്. അപ്പം നമ്മൾ ലിഫ്റ്റ് കയറിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കോലം. മുടി സത്യം പറഞ്ഞാൽ ഇത്ര നീളത്തിൽ കുറേ കാലമായിട്ട് ഞാൻ ഉണ്ടാവില്ലേലും നീളം കുറയ്ക്കാതെ എങ്ങനെയെങ്കിലും ലെയർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. നോക്കാല്ലേ. പാർലറിലേക്ക് പോവാണ്. ഇവിടെ പാർലർ പേര് കത്തിക്കൊണ്ടിരിക്കുന്ന സംഭവമില്ല, അതാണ് പാർലർ. നസ്മത്ത് ജമാൽ, അതാണ് പേര്. പേര് വെക്കല്ലേ. ബ്യൂട്ടി പാർലർ ഒറ്റ ആൾക്ക് ഈ ഭാഷ അറിയില്ലടോ, ഇംഗ്ലീഷ് അറിയില്ല. പെട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ട അവസ്ഥയായിരുന്നു. കാരണം ഇംഗ്ലീഷ് അറിയാതെ ഏത് ഭാഷയിലാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല. എൻ്റെ മുടി വെട്ടിയ പെണ്ണുങ്ങൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ എന്താ പറയുന്നതെന്ന് ഇങ്ങനെ വായും പൊളഞ്ഞ് നോക്കിക്കുക. ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മുപ്പത്തി ഓക്കെ എന്ന് അത് മാത്രമേ പറയുന്നുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ആകെ പെട്ട്. അതാ ബാക്കിൽ ചെയ്യുന്നില്ലേ, അവരാണ് എനിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുപ്പത്തിയാന്ന് ഹെയറിൻ്റെ ആളിവിടെ. ഹെയർ കളറിങ്ങും കട്ടിങ്ങൊക്കെ മൂപ്പത്തിയാൻ തോന്നുന്നു. കാരണം ഒട്ടും അറിയില്ല, ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല.
ഞാൻ വിചാരിച്ച് പെട്ടു എന്ന് വിചാരിച്ച് പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ സത്യത്തിൽ പെട്ടിരുന്നു. കാരണം നമുക്കൊരു ഭാഷ അറിയാതെ നമ്മൾ എന്തെന്ന് വെച്ചിട്ടാണ് പറയുക. അല്ലെങ്കിലേ എനിക്ക് ഈ ബ്യൂട്ടി പാർലറിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു വെട്ടി എവിടെ എത്തിക്കും എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ പോവാറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത് നമുക്കൊന്നും പറയാനും ഇല്ല, ഒന്നും ചെയ്യാനും ഇല്ല. ഇതാണ് ഇപ്പോൾ അവസ്ഥ. എന്താ കേട്ടോ നോക്കിക്കോ കേട്ടോ, എന്താ പോയി ഒരു പറയുന്നത് മനസ്സിലാവുണ്ടെന്ന് പറയണേ. 他是想让老板他们赔他钱，赔他啥钱？就是说你不用我了，我没到期呢。没到期呢。对，我还没到期呢。这个没到期，你让老板把它开了吧，你是得赔钱。好像是这个不知道他们是用啥，它有这个规定，知道吧？那是备不住，我没问他是咋回事儿。 ഈ ഭാഷ ഞാൻ സത്യത്തിൽ ഞാൻ കൊറിയൻ ഫിലിമിലും മറ്റേ ചൈന ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. ഞാൻ ചോദിക്കുമ്പോൾ മൂപ്പത്ത് ഇതേപോലെ എന്നോട് കയ്യോ കുഫു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ കളറ് ചേഞ്ച് ആയെന്നുണ്ട്. അപ്പോൾ എനിക്ക് സങ്കടം വന്ന് ഞാൻ കരയാൻ തുടങ്ങി ഗൈസ്. ഇതേപോലെ കണ്ടോ ഇതിൻ്റെ മുടീൻ്റെ ഒക്കെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞ് ഈശ്വരൻ എൻ്റെ മുടി പോയോ ഭവാൻ, എന്താത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല. ഇവർക്കൊന്നും ഞാൻ പറയുന്ന മനസ്സിലാവുന്നുമില്ല. ഈശ്വരൻ ഇനി ഈ പൊട്ടന്മാരെ ഏത് ഭാഷയെ പറഞ്ഞ് മനസ്സിലാക്കും. എനിക്ക് ഇത്ര കളർ വേണ്ട, എൻ്റെ മുടി ഇങ്ങനെയല്ല വേണ്ടത്, ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള ടെൻഷനില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കരയായിരുന്നു. ലിറ്ററലി അവിടെ ഇരുന്ന് കരയായിരുന്നു. കണ്ണിന്ന് ധാരധാരമായിട്ട് വെള്ളം വരുമായിരുന്നു. പിന്നെ ഞാൻ അവരോട് എങ്ങനെ പറയുന്നറിയില്ല. അവസാനം എൻ്റെ മുടി കഴുകാനെല്ലാം കഴുകാൻ കൊണ്ടുപോയിട്ടും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ ആക്കി വെച്ച് എന്തൊക്കെയോ ആക്കി അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തിരി ബ്ലാക്ക് അടിക്കണം, ഇല്ലാണ്ട് ഇത്രയും കളറിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇത്തിരി ബ്ലാക്ക് അടിച്ചു ഫ്രണ്ടിൽ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ലേ കേട്ടോ, ആ വീഡിയോ എനിക്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. അപ്പോൾ അവസാനം കുറച്ച് ബ്ലാക്ക് അടിച്ചിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതേപോലെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എന്നെ കാണുന്നില്ലല്ലേ കണ്ടോ, ഇതേപോലെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നത്. ഇങ്ങനെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയുണ്ട്. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എൻ്റെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന കാര്യമൊക്കെ കണ്ട അതവർ ഒന്ന് ബ്ലൂ ഡ്രൈ ഒന്ന് ഡ്രൈ ചെയ്ത് തന്ന് സ്ട്രെയിറ്റ് ചെയ്ത് തന്നാണ്. അത് ഇങ്ങനെ ഈ ഒരു ഒറ്റ ദിവസമേ കിടക്കുള്ളൂ. ഞാനൊന്ന് ഉറങ്ങിണിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തലേന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ പഴയ കോലത്തിലേക്ക് വരും. കുഴപ്പമൊന്നുമില്ല. എന്തായാലും കളറ് ഓക്കെ ആണ്. കാവടി തുള്ളി എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സംഭവമൊന്നും അല്ല വന്നതെങ്കിലും കൂടി ഓക്കെ ആണ്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നല്ലോണം സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഞാനുള്ളതെങ്കിൽ ശരിക്കും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ എന്താ ഞാൻ പറയുക, ഒരു സിനിമയിൽ ജഗതീൻ്റെ അവസ്ഥയായിരുന്നു എൻ്റെത്. ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ്. എന്തായാലും നോക്കാം ബാക്കി. മുടി നല്ല വൃത്തിക്ക് ഒരു വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ. പക്ഷെ കളറ് നല്ല സൂപ്പർ കളറാണ്. കാവടി തുള്ളി പോയതാ ട്രാജഡി ആയിട്ട് തിരിച്ചു വരുന്നത്. ഈ രാത്രി കുഴപ്പമില്ല, രാവിലെ ആകുമ്പോൾ നല്ല സൂപ്പറാ. മിക്കവാറും അബീൻ്റെ അടുത്ത് ആട്ടിന് കേൾക്കും എനിക്ക് കണ്ടാൽ. ഒന്നാമത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നൈസെന്ന് കണ്ട ആൾക്കാരൊക്കെ നൈസ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ കെട്ടോണനോട് നൈസ് എന്ന് പറയില്ല. ഓനറിയാം. അയ്യോ ഒന്നാമത്തെ പ്രശ്നം അവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ലടോ. എൻ്റെ മോനെ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു എന്താ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കൊറിയൻ സിനിമയിലൊക്കെ ഇങ്ങനെ ഭാഷ കേട്ടിട്ടുള്ളൂ. കൊശ 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 കസ 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 ഇങ്ങനെയൊക്കെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ആംഗ്യം കാണിച്ചു കൊടുത്താ ബ്ലാക്ക് ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോനെ കളറൊക്കെ ഞാൻ ആംഗ്യം കാണിച്ചു കൊടുത്തതാ. എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ചേച്ചി അവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല എന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു. അങ്ങനെയാണെന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഇംഗ്ലീഷ് പോലും അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ ഏത് ഭാഷയല്ല സംസാരിക്കേണ്ട, ആംഗ്യ ഭാഷയല്ല. എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കിയതാ. ഫസ്റ്റ് ചെയ്ത പാട് ഞാൻ കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരാം. ഓക്കെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ കരഞ്ഞത്. അയ്യോ സങ്കടം വന്നിട്ടുണ്ടല്ലോ. ഞാൻ വെച്ച് പോയി ഈശ്വര മുടി പോയി, ഞാൻ മൊട്ടടിക്കേണ്ടി വരും കുറച്ചോനല്ലേ ഫുള്ള് ബ്ലാക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ച് വീട്ടിൽ പോയിട്ട് ഫുള്ള് ബ്ലാക്ക് അടിക്കാമെന്നൊക്കെ. അയ്യോ അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ വലിയ കുഴപ്പമില്ല അച്ഛാ. ശരിക്കുള്ള ലൈറ്റിൽ ഇതാണ് കളർ. അബി വന്നിട്ട് എന്താ പറയാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കണ്ട ആക്ച്വലി ഐ ലൈക്ക് ഇറ്റ്. നമ്മളിഷ്ടമല്ലേ വലുത്. അബിയൊന്നും പറയുന്നില്ല, അബി ചീത്തൊന്നും പറയില്ല. അബി എന്നെ കളിയാക്കുമെന്നാണ് എൻ്റെ പേടി. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയെങ്കിൽ ആയതെന്താ, ഇവിടെയൊക്കെ വേറെ ലൈറ്റ് കളറായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ലൈറ്റ് കളറായിട്ട് ശരിക്ക് എന്താ പറയുക മദാമേൻ്റെ മാതിരി ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ള മുടി പോലെ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ?
അയ്യോ അത് കണ്ടിട്ട് എനിക്ക് ടെൻഷനായിട്ട് ഞാൻ പറഞ്ഞു എനിക്കിവിടെ ബ്ലാക്ക് അടിച്ചിരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് അടിച്ചപ്പോൾ കുഴപ്പമില്ലാത്തൊരു കളറിൽ വന്നു. വലിയ കുഴപ്പമില്ല. ഫുൾ ഹെയർ കളർ അടിച്ചതാണ്, ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, എന്നുവെച്ചാൽ ബ്ലീച്ച് ചെയ്തിട്ടില്ല, ഫുൾ ഹെയർ കളർ അടിച്ച് കൊള്ളാം. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും അതിനോ. ബട്ട് എൻ്റെ എപ്പോഴും ബ്ലാക്ക് ഹെയർ അല്ല ഉണ്ടാവില്ല, ഒന്നൊരു വെറൈറ്റി പിടിക്കട്ടെ. എന്തായാലും നാട്ടിൽ പോയ എല്ലാവരും എന്തായാലും ഞാൻ പറയാൻ വന്ന ഒരു സംഭവം ഞാൻ നാളെ നാട്ടിൽ പോവാ. ഞാൻ അതായിരുന്നു സത്യം പറഞ്ഞാൽ സർപ്രൈസായിട്ട് വെക്കാൻ വിചാരിച്ചു, പക്ഷേ സർപ്രൈസ് ഒന്നും നടക്കില്ല. അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഹെയർ കളറും ഹെയർ കട്ടിങ്ങും ഒക്കെ. അപ്പം നാളെ നാട്ടിൽ പോയിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് സെറ്റാക്കാം. അതിന് മുന്നേ എല്ലാവരും ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. പിന്നെ ഈ സ്ട്രെയിറ്റ് ആയതിപ്പോൾ പോകും, അറിയാലോ. എൻ്റെ മുടി കുറച്ച് നേരത്തേക്കേ നിൽക്കുള്ളൂ. ഇതൊക്കെ ഇനി ഒരു കൂടി വിളിച്ചാൽ ഈ സ്ട്രെയിറ്റ്നെസ് ഒക്കെ അവിടെ മാറിക്കിട്ടും. ഇനിയിപ്പോൾ കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ, ഒന്ന് ഒതുങ്ങി കിടക്കുന്ന ആദ്യമായിട്ട് എൻ്റെ മുടി. കുറച്ച് നേരം ഒന്ന് ഒതുങ്ങി കിടക്കട്ടെ. ഇതിൻ്റെ മേലെ ഇനി ഹൈലൈറ്റും കൂടെ ചെയ്തിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നു പഠിച്ചോനെ, എല്ലാം കൂടെ വേറെ കളറായതിനെ. ദിസ് ഇസ് കൈൻഡ് ഓഫ് നൈസ് ആക്ച്വലി. മുടി സ്ട്രെയിറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, എന്താ നിങ്ങളുടെ അഭിപ്രായം? പക്ഷെ സ്ട്രെയിറ്റ് ചെയ്തതിനെക്കാളും എനിക്ക് തോന്നുന്നു ഇങ്ങനെ എൻ്റെ ബൗൺസി ഹെയറാണ്. എനിവേ ഇതൊക്കെയാണ് എൻ്റെ ഹെയർ കട്ട് വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ.